പുലരിയിലൊരു പുതു തുടക്കം തുടക്കം ഉയർത്താം കൈവളകൾ കിലുങ്ങും കരങ്ങൾ സമസുന്ദര സ്വപ്നം നമുക്കായി ഇനി വഴിയെങ്ങും വിടർത്താം വളർത്താം നാളത്തെ ലോകത്തിൻ ദൂതികളെ മാറുന്ന കാലത്തിൻ തോണികളെ നാം ഒന്നിച്ചാലെന്നും നേടുകില്ലേ നാടിനും വീടിനും നന്മയല്ലേ കുതിപ്പൂവൻ തിരയലയായി പെൺകരുത്തിൻ വൻകടലുകൾ പുത്തൻ യുഗത്തിൻ പൊൻപുലരിയിലൊരു പുതു തുടക്കം തുടക്കം നാടിനി മുതലാണിനൊരു നിഴലാവതൊരു കഥയായി നാടിനൊരു നവജീവ സങ്കര ഭീതി ഉണരുകയായി മൂടുമിരുളിലുമേതു മറവിലുമാകെ കതിരുകളായി മാറി വരുമൊരു മൂല്യ സംക്രമരാശി വിടരുകയായി അലസത വിടിയാം അമലത കളയാം പുതുതാടാകാശം തരിശുകൾ ഹരിതൻ മനസ്സുകൾ സഫലം തുടരാമീ യജ്ഞം നാളത്തെ ലോകത്തിൻ ദൂതികളെ മാറുന്ന കാലത്തിൻ തോണികളെ നാം ഒന്നിച്ചാലെന്നും നേടുകില്ലേ നാടിനും വീടിനും നന്മയല്ലേ കുതിപ്പൂവൻ തിരയലയായി പെൺകരുത്തിൻ വൻകടലുകൾ പുത്തൻ യുഗത്തിൻ പൊൻപുലരിയിലൊരു പുതു തുടക്കം തുടക്കം പുതു തുടക്കം. നമസ്കാരം. ഈ ആകാശത്തെ, ഭൂമിയെ, കാറ്റിനെ, മഴയെ വിൽക്കാനും വാങ്ങാനും സാധിക്കുന്നത് എങ്ങനെയാണ്? ഈ ആശയം ഞങ്ങൾക്ക് അപരിചിതമാണ്. അന്തരീക്ഷത്തിന്റെ ശുദ്ധിയും ജലത്തിന്റെ തിളക്കവും ഞങ്ങളുടേതല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അവയെ വാങ്ങാൻ സാധിക്കും? ഞങ്ങൾക്കറിയാവുന്ന ഒന്നുണ്ട്. ഈ പ്രകൃതി മനുഷ്യന്റേതല്ല, മനുഷ്യൻ പ്രകൃതിയുടേതാണ്. റെഡ് ഇന്ത്യക്കാരുടെ ഭൂമി ഒരു ഉടമ്പടിയിലൂടെ സ്വന്തമാക്കാൻ വന്ന അമേരിക്കൻ ഭരണകൂടത്തോട് സിയാറ്റിൽ മൂപ്പൻ എന്ന ഗോത്രത്തലവൻ ചോദിച്ച ചോദ്യമാണ്. സിയാറ്റിൽ മൂപ്പന്റെ ചോദ്യങ്ങൾക്ക് പ്രസക്തിയേർന്ന ഈ കാലഘട്ടത്തിൽ വികസന കാഴ്ചകൾക്കൊപ്പം പ്രകൃതി സംരക്ഷണത്തിന്റെ പാഠങ്ങളും തേടി പോകുന്ന ഇനി ഞങ്ങൾ പറയാം സോഷ്യൽ റിയാലിറ്റി ഷോയുടെ ഒരു പുതിയ എപ്പിസോഡ് കൂടി ഇവിടെ ആരംഭിക്കുന്നു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞങ്ങൾ പറയാം. കേരളത്തിന്റെ നെല്ലറയായ പാലക്കാട് ജില്ലയിലെ കുന്നുകളും മലകളും നിറഞ്ഞ കുടിയേറ്റ ഗ്രാമമാണ് കരിമ്പ. നമുക്ക് സ്വാഗതം ചെയ്യാം കരിമ്പ CDSനെ ഈ വേദിയിലേക്ക്. കരിമ്പ CDS മൊത്തം ADS 17, അയൽക്കൂട്ടങ്ങൾ 242, BPL അംഗങ്ങൾ 1938, APL അംഗങ്ങൾ 1450, SC അംഗങ്ങൾ 88, ST അംഗങ്ങൾ 60. കരിമ്പയിൽ വികസന പ്രവർത്തനങ്ങൾ നയിക്കുന്ന സ്ത്രീരത്നങ്ങളെ പരിചയപ്പെടണ്ടേ? എൻ്റെ പേര് ബേബി. മഹിളാ കിസാൻ സശാക്തീകരണ പരിയോജനയുടെ ഉപസമിതി കൺവീനറാണ് ഞാൻ. ലേസി ജോസഫ്, വൈസ് ചെയർപേഴ്സൺ. ബിന്ദു പ്രേമൻ, ചെയർപേഴ്സൺ. രാജലക്ഷ്മി, ആശ്രയ ബാലസഭ ഉപസമിതി കൺവീനർ. ആന്റണി മതിപ്പുറം, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. വിധികർത്താക്കളെ പരിചയപ്പെടാം. ലാറി ബേക്കർ സെന്റർ ഫോർ ഹാബിറ്റാറ്റ് സ്റ്റഡീസിന്റെയും കോസ്റ്റ് ഫോർഡിന്റെയും ചെയർമാനും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ KP കണ്ണൻ. മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ശ്രീമതി നിവേദിത P ഹരൻ. കോഴിക്കോട് സർവകലാശാല സ്ത്രീ പഠന കേന്ദ്രം മേധാവി ശ്രീമതി മിനി സുകുമാർ. ഹൈദരാബാദിലെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് കോളേജ് ഓഫ് ഇന്ത്യയിലെ അസോസിയേറ്റ് പ്രൊഫസർ ശ്രീമതി വിജയ. ബാലസാഹിത്യകാരിയും സാമൂഹിക പ്രവർത്തകയും ചെഷയർ ഹോമിന്റെ സെക്രട്ടറിയുമായ ശ്രീമതി വിമല മേനോൻ. ചർച്ചയ്ക്ക് തുടക്കമായി ഇനി കരിമ്പ കഥകൾ. എങ്ങനെയാണ് കരിമ്പ
കുടുംബശ്രീ പ്രവർത്തനങ്ങളെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തണം? കരിമ്പ ഗ്രാമപഞ്ചായത്തിൽ 242 കുടുംബശ്രീകൾ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധ മേഖലകളിലായി അവർക്ക് തൊഴിൽ പരിശീലനം നൽകിക്കൊണ്ട് ME സൂക്ഷ്മതല ഗ്രൂപ്പ് സംരംഭങ്ങൾ രൂപീകരിച്ചുകൊണ്ടും അവരെ സാമ്പത്തിക നിലയിൽ മാറ്റം വരുത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. സംഘകൃഷി മുഖേന സ്ത്രീകളെ കാർഷിക മേഖലയിലും അത് മുഖേന ഞങ്ങൾക്ക് ജൈവ കൃഷിയിലൂടെ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും അത് വിപണനം നടത്തുന്നതിനും സാധിക്കുന്നുണ്ട്. പിന്നെ ബാലസഭ കുട്ടികളുടെ പ്രവർത്തനങ്ങളിലൂടെ അവർക്ക് ഒരു നല്ല നാളേക്ക് വേണ്ട പ്രവർത്തനങ്ങൾ, പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന ഈ കാലത്ത് നല്ല നാളേക്ക്, അപ്പൊ നല്ല ഇന്ന് ഇല്ല എന്നാണ് പറയുന്നത്. ഇന്ന് നമ്മുടെ ഗാർഹിക മാലിന്യങ്ങളും അതൊക്കെ ഉണ്ട്. ഇന്ന് നാളേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇതിനേക്കാൾ മെച്ചപ്പെട്ട നാളേക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും കാഴ്ചവെക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ST വിഭാഗത്തിലെ 60 അംഗങ്ങളേ ഉള്ളൂ കുടുംബശ്രീയില്. അത് ആകെ എത്ര ആൾക്കാർ എഴുതിയിട്ടുള്ളതില്? അതെ സർ, 45 കുടുംബങ്ങളിലായി 179 കുടുംബാംഗങ്ങളാണ് ഉള്ളത് ആകെ. അതില് സ്ത്രീ ആകെ അതില് ST-ക്കാര് 175 അതെ അതെ അതിൽ 60 പേരും അംഗങ്ങളാണ്, കുടുംബശ്രീ അംഗങ്ങളാണ്. ബാക്കിയുള്ള 85 പേരെ നിങ്ങൾ ഇനിയും കുട്ടികളും പുരുഷന്മാരും. അല്ല, കുടുംബം 60 ഉള്ളൂ. കുടുംബം 45 60 കാണിച്ചു. കരിമ്പിയിൽ കുറവാണ്. SC അംഗങ്ങൾ 88. അത്രേ ഉള്ളൂ, കുറവാണ്. നിങ്ങളുടെ ഇപ്പൊ ഹരിതസേന എന്നുള്ളൊരു സേനയുണ്ട് ഇല്ലേ, പരിശീലനമൊക്കെ കിട്ടിയത്. അപ്പൊ അതിനെ കുറിച്ചൊരു ഫിലിമാണ് ആദ്യം. തെങ്ങുകയറ്റം, ഞാറുനടൽ, കാടുവെട്ടൽ ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യുന്ന 33 സ്ത്രീകളടങ്ങുന്ന ഒരു സംഘം തന്നെ കരിമ്പയിലുണ്ട്. ഹരിതസേനയുടെ വിശേഷങ്ങൾ അറിയാൻ ദൃശ്യങ്ങളിലേക്ക്. മണ്ണറിഞ്ഞ് വിത്തെറിഞ്ഞിരുന്ന പാലക്കാടൻ ഗ്രാമങ്ങളിൽ വീണ്ടും കൃഷിയുടെ കേളികൊട്ട് ഉയരുകയാണ്. കരിമ്പ പഞ്ചായത്തിലെ ഹരിതസേനയാണ് മണ്ണിനെ വീണ്ടും നെഞ്ചോട് ചേർക്കാൻ കൃഷിക്കാരന് പ്രചോദനമാകുന്നത്. മഹിളാ കിസാൻ ശാക്തീകരണ പരിയോജനയിൽപ്പെടുത്തി പഞ്ചായത്തിലെ 33 പേർക്ക് യന്ത്രവൽകൃത കൃഷി പരിശീലനം നൽകി. ഉഴാനും നടാനും മരുന്നിടാനും കൊയ്യാനും അങ്ങനെ മണ്ണറിഞ്ഞു പണിയെടുക്കുന്ന ഒരു കൂട്ടർ കരിമ്പയുടെ വിളയായി. ഞാറ്റടിയിട്ട് ഞാറ് നട്ട് കൊടുക്കും, കള പറിച്ചു കൊടുക്കും, മരുന്നടിച്ചു കൊടുക്കും, കൊയ്ത്ത് വരെ. ഇനിയിപ്പോൾ ഇത് ആദ്യമായിട്ട് ഞങ്ങൾ ചെയ്ത കൃഷിയാണ്. ഞങ്ങളിപ്പോൾ കരാറ് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിൽ എത്ര കിട്ടിയാലും ഞങ്ങൾക്ക് ഒരുപോലെ. ഒരു ഗ്രൂപ്പിൽ 5 പേരാണ് ഞങ്ങൾ. 33 ആളും ഒരേപോലെയാണ്. ആരും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തർക്കവും ഒന്നുമില്ല. ഞങ്ങളെല്ലാം എല്ലാവരും ഒരേപോലെയാണ്. സമൂഹത്തിൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഈ ലേബർ വന്നതിന് ശേഷം ഞങ്ങൾക്കൊരു അന്തസ്സും അഭിമാനവും എല്ലാം ഈ MKSPയുടെ ഇതിൽ വന്ന ശേഷം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ജില്ലയിലെ വിവിധയിടങ്ങളിൽ ഇതിനോടകം ഇവർ പണിയെടുത്തു. കൂലിക്ക് ആളെ വെച്ച് ചെയ്യുന്നതിനേക്കാൾ ലാഭമാണ് ഹരിതസേനയുടെ പ്രവർത്തനം കർഷകന് നൽകുന്നത്. 1 ഏക്കർ കൊയ്ത് മെതിച്ചു കിട്ടാൻ 25,000 രൂപ വരെ ചിലവാകുമായിരുന്നു പണ്ട്. ഇപ്പോൾ അത് 8,400 രൂപയായി കുറഞ്ഞു. യന്ത്രവൽകൃത വിതയ്ക്കൽ ആയതോടെ വിത്തും വളരെ കുറവ് മതി. ഇനി വരും. ഇതിപ്പോൾ നേരത്തെ ഈ വാഴയൊക്കെ നേരത്തെ നിൽക്കണ ഈ ഭാഗം മൊത്തം കൃഷിയായിരുന്നു, നെല്ലായിരുന്നു. അപ്പോൾ അതിൽ ലാഭമില്ല പറഞ്ഞിട്ട് അങ്ങനെ മാറിപ്പോയവരാണ്. ഇപ്പോൾ ഇത് ലാഭമുണ്ടെന്ന് പറഞ്ഞാൽ അവരെല്ലാം ഇതിലേക്ക് തിരിച്ചു വരാനുള്ള സംവിധാനത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. അവരെ കൊണ്ട് വന്നുകൊണ്ട് നല്ലൊരു മാറ്റം കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്കും പിന്നെ പണിക്കാരെ വേറെ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. ആ സമയം വിളിച്ചു പറഞ്ഞാൽ അവർ വരും. വിത്തുപാകി ഞാറ് നട്ടുകൊടുക്കുന്നതിന് ഏക്കറിന് 3000 രൂപയാണ്. കൂലി വലിയ തോതിൽ കുറഞ്ഞതോടെ കർഷകർ വീണ്ടും കൃഷിയുടെ രാശി നോക്കി തുടങ്ങി. മുൻകാലങ്ങളിൽ ഈ തൊഴിലാളികളുടെ ലഭ്യത കുറവായത് കാരണം കൊണ്ട് കൃഷി എല്ലാ കർഷകരും കുറേശ്ശെ ഉപേക്ഷിച്ച മട്ടായി തുടങ്ങി. അപ്പോൾ ഈ കുടുംബശ്രീ ഇവരെ പോലുള്ളവർ മുന്നോട്ട് വരുന്നത് കാരണം കൂടുതൽ തൊഴിലാളികളുടെ ലഭ്യതയുണ്ട്. അതൊരു മിതമായ കൂലിച്ചെലവിൽ അവർ ചെയ്തു തരുന്നുണ്ട്, കൃത്യമായി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കർഷകൻ കൃഷി കൂടുതൽ ഏരിയ ചെയ്യാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. നെൽകൃഷിക്ക് മാത്രമല്ല, കാട് വെട്ടാനും ഹരിതസേനയെ കിട്ടും. തെങ്ങ് കയറ്റക്കാർക്കും നാട്ടിൽ നല്ല ഡിമാൻഡാണ്. സ്വന്തം വീട്ടിലെ മാത്രമല്ല, പരിചയക്കാരുടെ വീടുകളിലും തേങ്ങയിടാൻ പോകുന്നുണ്ട് ഹരിതസേനയിലെ പെണ്ണുങ്ങൾ. ഇപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മൾ ഇപ്പോൾ സ്വന്തമായിട്ടാണ് കയറി തേങ്ങ ഇടുന്നത്.
ഭർത്താവിനെയൊന്നും ഞാൻ കയറ്റില്ല തെങ്ങിൽ, ഞാൻ കയറിക്കോളാം പറഞ്ഞിട്ട് ഞാൻ തന്നെ കയറുന്നത്. ഒരു വർഷത്തോളമായി തേങ്ങയിടല്. പിന്നെ അടുത്ത ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ തേങ്ങ ഇട്ട് കൊടുക്കാൻ പോകും. 10 രൂപ വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ നമ്മൾ സമ്പാദിച്ച് ഉണ്ടാക്കിയ അത്രയും നല്ല, അത്രയും ഭാരം ഭർത്താക്കന്മാർക്ക് കുറഞ്ഞു. ഭക്ഷണത്തിൽ സ്വയം പര്യാപ്തത നേടണമെങ്കിൽ കൃഷി നന്നായാൽ മാത്രം പോരാ. അമിത കൂലിയും കൂലിക്കാരുടെ ക്ഷാമവും ഇല്ലാതാകണം. കരിമ്പയിലെ ഹരിതസേനയെ പിന്തുടർന്നാൽ നാട്ടുപാതകളിലെ നമ്മുടെ വയലേലകൾ മടങ്ങിയെത്താൻ ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല. പറയൂ ഈ ഹരിതസേനയുടെ ചരിത്രം. കുടുംബശ്രീ വനിതകൾക്ക് കൂടുതൽ കൃഷി പണിക്ക് ഉള്ള വഴിയൊരുക്കുന്നതിനും പണി ചെയ്യാനുള്ള വഴിയൊരുക്കുന്നതിനും വേണ്ടി ഉണ്ടാക്കിയതാണ്. 33 അംഗങ്ങളേ ഉള്ളൂ. 33 അംഗങ്ങളെ ഇപ്പോൾ ഉള്ളൂ. അത് പരിശീലനം കിട്ടിയവരാണോ? പരിശീലനം കിട്ടിയിട്ടുണ്ട്. 18 ദിവസത്തെ പരിശീലനം ലഭിച്ചു. എവിടെയാണ് കിട്ടിയത്? മൈത്രിയില്, മുതലമട ചുള്ളിയാർമേട് മൈത്രി. അതിൽ വെച്ചിട്ട് വിനോദ് കുമാർ സാറ്, ഇതിന്റെ മാസ്റ്റർ മാസ്റ്റർമാരായി വന്നത് ഗ്രീൻ ആർമിയിലെ ജോൺസൺ സാറ്, വടക്കാഞ്ചേരി പ്രേമലത മാഡം, പിന്നെ ജോൺസൺ സാറ്, വിജയൻ സാറ്, അവരെല്ലാവരും ആയിരുന്നു. 3-4 പേരുണ്ടായിരുന്നു. മൈത്രിയിൽ നിന്നാണ് തെങ്ങുകയറ്റത്തിന്റെ പരിശീലനം ലഭിച്ചത്. മൈത്രിയിൽ നിന്ന് അതിനുള്ള മെഷീൻ അവര് തന്നിട്ടുണ്ട്. സൗജന്യമായിട്ട് തന്നു. അതെ, സൗജന്യമായിട്ട്. മറ്റേ ഈ നടീലിന് വേണ്ട മെഷീൻ ബ്ലോക്കിന്റെയും പഞ്ചായത്തിന്റെയും പങ്കാളിത്തത്തോട് കൂടിയിട്ട് 6 മെഷീൻ നടീൽ യാഞ്ചി 8 വരി നടീൽ യന്ത്രം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ കളപറിക്കാനുള്ള കോണോമീറ്റർ അതും കൂടെ ലഭിച്ചിട്ടുണ്ട്. നടീലിന്റെ പരിശീലനമുണ്ട്, തെങ്ങുകയറ്റ പരിശീലനത്തിനും കോണോമീറ്ററും എല്ലാ പരിശീലനം. 33 പേർക്കും ഇപ്പോ അതിന് വേണ്ട അനുസരിച്ച് തൊഴിൽ കിട്ടുന്നുണ്ടോ? തൊഴിൽ കിട്ടുന്നുണ്ട്. ആദ്യമായിട്ട് ഞങ്ങൾ കഴിഞ്ഞ വർഷമാണ് തുടങ്ങിയത്, തൊഴിൽ സേന രൂപീകരിച്ചത്. അപ്പൊ ആ ഒരു വർഷത്തിൽ തന്നെ 102 ഏക്കർ തൊഴിൽ സേന എന്ന് പറയുമ്പോൾ ലേബർ ബാങ്ക് ആണ്. ലേബർ ബാങ്ക് മഹിളാ കിസാൻ സശാക്തീകരൺ പരിയോജനന്റെ ലേബർ ബാങ്ക്, വനിതാ ലേബർ ബാങ്ക്. അപ്പൊ ഈ മുമ്പ് കാണിച്ച സ്ഥലങ്ങൾ നിങ്ങൾ ഏറ്റെടുത്ത് കൃഷി ചെയ്ത് ഒരു വർഷം എത്ര കോൺട്രാക്ട് കിട്ടും? എത്ര ഏക്കർ ലാൻഡിനാണുള്ള കോൺട്രാക്ട് കിട്ടുന്നത്? അതങ്ങനെ ഇത്ര ഏക്കർ എന്നില്ല. നമ്മൾക്ക് പരമാവധി 102 ഏക്കർ ഇപ്പൊ ഈ ഒരു വർഷം ഞങ്ങൾ ചെയ്തു. അത് നമ്മുടെ പഞ്ചായത്ത് കോൺട്രാക്റ്റിലാണ് 3000 രൂപ ഒരു ഏക്കറിന്. എത്ര ആൾക്കാർ കോൺട്രാക്ട് തരും? എത്ര കൃഷിക്കാർ കോൺട്രാക്ട്? അതങ്ങനെയില്ല മാഡം, ഇത്ര വ്യക്തികളൊന്നുമില്ല. അത് പാടം എത്ര ഏക്കർ ഉണ്ട് വെച്ചാൽ അതിനനുസരിച്ചിട്ട്. അപ്പോൾ 4-5 കോൺട്രാക്ട് കിട്ടും. മിതമായ കൂലി എന്ന് പറയുന്നതേ അത് മാർക്കറ്റ് റേറ്റിൽ നിന്നും കുറഞ്ഞിരിക്കുന്നത് കൊണ്ടാണോ നിങ്ങൾക്ക് കൂടുതൽ, അതായത് കൃഷി ലാഭമാകാനായിട്ട് കൂലി നിരക്ക് കുറവാണെന്ന് ഇവിടെ പറഞ്ഞു. അപ്പം നിങ്ങൾ ഈ താഞ്ചത്ത് മീൻ പിടിക്കുക എന്ന് പറയുന്ന പോലെ നമുക്ക് പണി കിട്ടാൻ വേണ്ടി അണ്ടർ റേറ്റ് ചെയ്യുന്നുണ്ടോ? അതെയോ മാർക്കറ്റിലുള്ള ആ റേറ്റിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുമോ? സ്ത്രീ ആയതുകൊണ്ട് കുറഞ്ഞു പോകണുണ്ടോ? ഇല്ല മേഡം, കുറയില്ല. അല്ല, മാർക്കറ്റിനൊക്കെ കുറവാണോ എന്നാണ്. അതായത് നമ്മൾ ഒരു ഏക്കറിന് 3000 രൂപ വെച്ചെടുക്കുമ്പോൾ ഒരു ദിവസം ചുരുങ്ങിയത് 2 ഏക്കറെങ്കിലും ഒരു മിഷ്യൻ നടും. അത് മറ്റതിനൊക്കെ കുറവാണോ? സാധാരണ രീതിയിലും വെച്ചിട്ട് കുറവാണ്. കർഷകർക്ക് കൂലി കുറവാണ്, നമുക്ക് 500 രൂപയൊക്കെ ചെലവ് കുറവാണ്. പക്ഷെ അവര് ചെയ്യുന്നത് മെഷീനോട് കൂടിയിട്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റും. ഈ ഒരേക്കർ ചെയ്യണതിന് നമ്മൾ എത്ര ആള് വേണ്ടി? 5 പേര് ഒരു മെഷീന്. 5 പേര്. അത് 2 ഏക്കർ ഒരു ദിവസം നടും. അപ്പോ 3000 6000 ഉറുപ്പിയായി 5 പേർക്ക്. അപ്പൊ അത് റീസണബിൾ. തെങ്ങ് കയറുന്നതിനോ? ചെറുകിട കർഷകർക്ക് തേങ്ങയിടാൻ ഞങ്ങൾ തോട്ടങ്ങളിൽ പോകാറുണ്ട്. 5 അംഗങ്ങൾ കൂടിയിട്ട് ഒരു തെങ്ങ് കയറിയാൽ 30 രൂപ വെച്ചിട്ടാണ് ഞങ്ങൾക്ക് തരാറുള്ളത്. 15 പേര് 15 തെങ്ങ് കയറും ഒരാള്, അത്ര കയറും. അപ്പൊ 450 രൂപ ഞങ്ങൾക്ക് വരുമാനം. തെങ്ങ് 2 മണിക്കൂർ കൊണ്ട് കയറും. ഇപ്പൊ സ്ത്രീകളെ കൊണ്ട് 2 മണിക്കൂർ 3 മണിക്കൂർ കൊണ്ട് അങ്ങനെ ഞങ്ങൾ ചെയ്തെടുക്കാറുണ്ട്. മിക്കവാറും ജോലി കിട്ടാറുണ്ടോ? അടുത്തുള്ളതൊക്കെ കിട്ടാറുണ്ട്. ദൂരേക്ക് ഞങ്ങൾ പോവാറില്ല, കാരണം വണ്ടി സൗകര്യം ഇല്ല. ഞങ്ങൾക്ക് ഈ മെഷീൻ കൊണ്ടുപോകണമെങ്കിൽ നടന്നു കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങോട്ട് വെയിറ്റ് ഉണ്ട്, പിന്നെ വെയിറ്റ് ഉള്ളതാണ്. വണ്ടിയിൽ കൊണ്ടുപോകാം. അല്ലെങ്കിൽ വലിയ തോപ്പൊക്കെ ആണെങ്കിൽ 4-5 പേര് ഒന്നിച്ച് പോവുകയാണെങ്കിൽ ഒരു വണ്ടി എടുത്തിട്ട് മെഷീനൊക്കെ ആയിട്ട് പോവാല്ലോ അല്ലേ? അത്ര വലിയ തോട്ടം ഇതുവരെ കയറിയില്ല, അത് കയറാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഇനിയിപ്പോ നീര ഉൽപാദനത്തിന് അതിനുള്ളത് ഞങ്ങൾ തുടങ്ങാണ്. ഞങ്ങൾക്ക്
ട്രെയിനിങ് തരാൻ പറഞ്ഞിട്ടുണ്ട്. നീരാ ഉൽപാദന മൈത്രിന്ന് കിട്ടിയ മെഷീനറിന്റെ മെയിന്റനൻസ് ആര് ചെയ്യും? നിങ്ങൾക്ക് അത് ചെയ്യാൻ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടോ? ഓരോ വ്യക്തികൾക്കായിട്ട് തന്നു തെങ്ങ് കയറ്റത്തിന്റെ. അത് അവനാന്റെ വീട്ടില് സൂക്ഷിച്ചിട്ടുണ്ട്. അവനെ തേങ്ങ ഇടാൻ പോകുമ്പോ നമ്മൾ കൊണ്ടുപോകണം. പിന്നെ യാഞ്ചി പറഞ്ഞത് നമ്മൾ ഗ്യാരേജ് ഉണ്ട്, മണ്ണാർക്കാട് ബ്ലോക്ക് കുമരംപുത്തൂര് ഗ്യാരേജ് ഉണ്ട്. അത് നോക്കാനും സൂക്ഷിക്കാനും ഒക്കെ ആളുണ്ടോ? ഗ്യാരേജ് ഉണ്ട്. അതിന് വെച്ച് നമ്മള് അതിന്റെ ടൂൾസുകൾ കംപ്ലീറ്റ് അകത്ത് വെച്ച് കൂട്ടി. അങ്ങനെ എത്ര മെഷീൻ ഉണ്ട്? 6 മെഷീൻ. അത് മണ്ണാർക്കാട് ബ്ലോക്കിന് മൊത്തമാണോ? ബ്ലോക്കിന് മൊത്തമായിട്ടുള്ള ബ്ലോക്കിന്റെയും പഞ്ചായത്തിന്റെയും കൂടെ. നിങ്ങൾ മറ്റു പഞ്ചായത്തുകളിലും പോവും ജോലിയെ? പാലക്കാട് പല പഞ്ചായത്തുകളിലും ഞങ്ങൾ പോയിട്ട് കൃഷി ചെയ്യാൻ തേങ്ങ കൃഷി. ശരി, അവിടെയൊക്കെ നിങ്ങൾ പോകാറുണ്ട്. തൊഴിലാളികളുടെ ക്ഷാമവും തൊഴിലാളികളെ ലഭിച്ചാൽ ഉണ്ടാകുന്ന അധിക ചെലവും കൃഷിക്കാർക്ക് താങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ യന്ത്രം ഉപയോഗിച്ച് ഇവര് ഞാറ് പാകല് അത് പ്രത്യേക ഒരു വേഗം ചെയ്യാൻ പറ്റും. ചെലവ് കുറഞ്ഞ രീതിയിലാണ് പാകുന്നത്. ഞാറ് പറിച്ചെടുക്കണ്ട, അത് നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. കത്രിക കൊണ്ട് കട്ട് ചെയ്ത് പറിക്കേണ്ട ആവശ്യമില്ല, അത് യന്ത്രം നിറഞ്ഞ കാരണം. അപ്പോൾ ഇവർക്ക് ഏകദേശം 600-700 രൂപ വെച്ച് ഒരേക്കറിന് കൂലി ഒരു ദിവസത്തിന് കിട്ടുന്നുണ്ട്. കൃഷിക്കാരെ സംബന്ധിച്ച് ഏക്കറിന് 3000 രൂപ കൊണ്ട് എഫിഷ്യന്റ് ആണ്. യന്ത്രം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ സാഹചര്യത്തിലാണ് സുന്ദരി ഈ ഇങ്ങനെ രംഗത്ത് വന്നത്? ഈ തെങ്ങ് കയറ്റത്തിനൊക്കെ മുമ്പ് എന്തായിരുന്നു പണി? ഇതിന് മുന്നേ ഞാൻ വീട്ടിൽ കുടുംബശ്രീ ആയിട്ട് അയൽക്കൂട്ടം അത് മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ തൊഴിലുറപ്പ് രംഗത്തേക്ക് വന്നു. അല്ല, ഇങ്ങനെ ഈ കുടുംബശ്രീയിൽ വരാൻ പ്രത്യേക വല്ല കാരണമുണ്ടോ എന്ന് ചോദിക്കും. കുടുംബശ്രീയിൽ വന്നു കഴിഞ്ഞാൽ ഇതിലൊക്കെ പോണ കണ്ടപ്പോ നമുക്കും പോവാം. അല്ല, കുടുംബശ്രീയിൽ ചേർന്ന് കഴിഞ്ഞാൽ നല്ലൊരു ഇതാണെന്ന് അറിയാം. നമുക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും കുടുംബശ്രീയിൽ 10 രൂപ നമുക്ക് വരുമാനം. ആദ്യമൊക്കെ ഞങ്ങൾക്ക് ആശങ്ക ഉണ്ടായിരുന്നു, ഇത് എന്താവും, സ്ത്രീകൾ മാത്രമുള്ള ഒരു തൊഴിലാണ്, അപ്പൊ അത് എന്താവും എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിലും പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. എങ്കിലും അതൊക്കെ വകവെക്കാതെ മുന്നോട്ട് പോയി. വീട്ടില് നിങ്ങൾക്ക് അതിന് വേണ്ട എന്താണ് സപ്പോർട്ട്, സഹായ സഹകരണം എന്താ ലഭിക്കുന്നത്? സപ്പോർട്ടുണ്ട് ഭർത്താവിന്റെ. കുട്ടികളുണ്ട്? 2 പേര്. അവര് അമ്മ ഇങ്ങനെ പുറത്തു പോകുമ്പോ അവരെന്ത് ചെയ്യും? അവര് നമുക്ക് എന്നാലും കുടുംബശ്രീയിൽ വന്ന് ഇത്രയായി നമ്മളിങ്ങനെ ഒരു കസേരയിൽ വന്നിരിക്കുന്നത് തന്നെ അവർക്കൊരു സന്തോഷമാണ്. കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് വേണ്ട നിരവധി പ്രവർത്തനങ്ങളുടെയും ഒപ്പം ആശ്രയ പദ്ധതിയുടെയും ദൃശ്യങ്ങളാണ്. കൂട്ടായ്മയാണ് കുടുംബശ്രീയെങ്കിൽ അതിന്റെ ഉത്തമ മാതൃകയാണ് പാലക്കാട്ടെ മലയോര ഗ്രാമമായ കരിമ്പ. തലച്ചോറിൽ ട്യൂമർ ബാധിച്ച സീനത്ത് എന്ന കൂലിപ്പണിക്കാരിയെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചത് കുടുംബശ്രീയുടെ കൂട്ടായ്മയാണ്. ജോലിക്കിടെ തലകറങ്ങി വീണ സീനത്തിന്റെ അടിയന്തര ശസ്ത്രക്രിയയ്ക്കായി 3000-ലധികം വരുന്ന കുടുംബശ്രീ പ്രവർത്തകർ മുന്നിട്ടിറങ്ങി പണം സ്വരൂപിച്ചു. ഒറ്റ ദിവസം കൊണ്ട് 1,20,000 രൂപയാണ് ഈ കൂട്ടായ്മ പിരിച്ചെടുത്തത്. ഒരു ജാതി പറയല് പോലെ ഉണ്ട് വരിക, പിന്നെ മുൻചോത്തി വീഴാൻ പോലെ തോന്നി. പനി പുഴു കുത്തി കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞതും എനിക്ക് ഇതുമാതിരി സംഭവിച്ചു. സീനത്തിനെ പോലെ ജീവിതയാത്രയിൽ ഇടറി വീണവരെ സഹായിക്കാൻ കരിമ്പയിലെ കുടുംബശ്രീക്കാർ എപ്പോഴും സന്നദ്ധരാണ്. 250-ലധികം കുടുംബങ്ങളാണ് ഇവിടുത്തെ ആശ്രയ പദ്ധതിയിലുള്ളത്. 5 വയസ്സുള്ളപ്പോൾ പോളിയോ ബാധിച്ച മോഹനൻ ആശ്രയയും വൃദ്ധരായ അമ്മയും ചെറിയമ്മയും മാത്രം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീട് റിപ്പയറിന് ഇത്തിരി പൈസ കിട്ടി, പിന്നെ ഓണത്തിന് ഓണക്കി കിട്ടി. അസിയ എന്ന യുവതിയുടെ സ്ഥിതി അതിദയനീയമാണ്. 40 വയസ്സുള്ള മാനസിക രോഗിയായ ചേച്ചിയുടെ 70-കാരൻ ഭർത്താവ് കിടപ്പിലായിട്ട് മാസങ്ങളായി. ഇതിനു പുറമെ മറ്റൊരു മുറിയിൽ വാർദ്ധക്യത്തിന്റെ നിഴലിൽ ഓർമ്മകൾ മങ്ങിപ്പോയ അമ്മ. ഈ രോഗികളെ വീട്ടിലാക്കി ജോലിക്ക് പോകാൻ കഴിയാത്ത അസിയയ്ക്ക് തുണ കുടുംബശ്രീയുടെ സഹായം മാത്രം. പണി ഉണ്ടാകുമ്പോൾ ഞാൻ പോവും. പിന്നെ കൂടുതൽ ആടായ കൊണ്ടുപോകാനും എടുക്കാനും ബുദ്ധിമുട്ടാണ്. ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ എണിക്കാനും ബുദ്ധിമുട്ടാണ്. 10 മണിയാവും എണിക്കുമ്പോൾ. ഇത്തരം കാരുണ്യ പ്രവർത്തനങ്ങൾക്കൊപ്പം മൂല്യങ്ങൾ കൈവിടുന്ന സമൂഹത്തിന് തിരിച്ചുപിടിക്കാനും കരിമ്പ പഞ്ചായത്ത് മുൻകൈയെടുക്കുന്നു. ഇതിനായി പഞ്ചായത്തിലെ ബാലസഭയെയും മുത്തശ്ശിക്കൂട്ടത്തെയും ഇടയ്ക്കിടെ ഒന്നിച്ചു വിളിച്ചു ചേർക്കും. കുട്ടികൾക്ക് പഴമയും മൂല്യങ്ങളും പകർന്നു നൽകാൻ ഈ കൂട്ടായ്മയ്ക്ക് കഴിയുന്നു. പ്രചരതി പ്രകൃതേ
കുട്ടികളുടെ ബിരുദ് വീടിനുള്ളിൽ കണി കാണാൻ പോലും കിട്ടാത്ത കാലമാണ്. പക്ഷേ ഈ കൂട്ടായ്മയിൽ അവർ പാടും, ആടും, കഥ പറയും. മുതിർന്നവരെ സ്നേഹിക്കാനും ആദരിക്കാനും പുതുതലമുറയെ പഠിപ്പിക്കുക വഴി നമ്മുടെ കുഞ്ഞുങ്ങളെ നേർവഴി നടത്തുകയാണ് ഈ കൂട്ടായ്മയിലൂടെ കരിമ്പ ലക്ഷ്യമാക്കുന്നത്. വാസ്തവത്തിൽ നല്ലൊരു ഹ്യൂമാനിറ്റേറിയൻ ടച്ച് എന്ന് പറയില്ലേ, അതായത് 2 തലമുറകളെ ഒന്നിച്ച് സംഘടിപ്പിക്കുക. ഇപ്പം അതാണ് ഏറ്റവും ഇല്ലാതായി പോകുന്ന കാര്യം അല്ലേ. പ്രായമായവരെ നമ്മൾ അവഗണിക്കുക, അല്ലെങ്കിൽ ശ്രദ്ധിക്കാതിരിക്കുക. കുഞ്ഞുങ്ങളാണെങ്കിലും അവരുമായിട്ടുള്ള സമ്പർക്കം കുറയ്ക്കുക. അതിനേക്കാളൊക്കെ എത്രയോ നല്ല ഒരു മൂല്യവത്തായ ഒരു സ്റ്റെപ്പായിട്ട് എനിക്ക് തോന്നി രണ്ടു കൂട്ടരെയും കൂടെ ഒന്നിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത്. അത് വളരെ ആവശ്യമായിട്ടുള്ള, ഓരോ കുടുംബത്തിലും അത് സാധിച്ചാലേ നമുക്ക് സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ അല്ലേ. അപ്പം അതിനുള്ള ഒരു ട്രെയിനിങ് കൊടുക്കുക, ആ ഒരു മനസ്സ് കുഞ്ഞുങ്ങൾക്ക് വരുത്താനായിട്ട് ശ്രമിക്കുന്നത് നല്ലതാണ്. അത് മനുഷ്യത്വത്തിന്റെ മുഖമുദ്രയാണ്. പറയൂ ആശ്രയെ പറ്റിയിട്ട്. താഴെത്തട്ടില് ദുരിതം അനുഭവിച്ചു കിടക്കുന്ന നിരാലംബരായ അഗതി കുടുംബങ്ങളെ കുടുംബശ്രീ വഴിയാണ് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത് അവരുടെ ജീവിത രീതി മെച്ചപ്പെടുത്തി കൊണ്ടുവരുന്നതിനുള്ള ഈ പ്രവൃത്തിയിൽ ആരംഭഘട്ടത്തിൽ 96 കുടുംബങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അവരെ അവരുടെ ആവശ്യാനുസരണം എന്താണോ അവരുടെ ആവശ്യമെങ്കിൽ, വീടാണെങ്കിൽ വീട്, ഭവന റിപ്പയർ ആണെങ്കിൽ അത്, കിണർ, കക്കൂസ്, ചികിത്സ, ഭക്ഷണം, അതുപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള ധനസഹായങ്ങൾ, സ്വയം തൊഴിൽ ചെയ്യാനുള്ള ധനസഹായങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ എന്താണോ അത് കണ്ടെത്തിക്കൊണ്ട് അത് നിർവഹിച്ചു വരുന്ന ഒരു പദ്ധതി ആയിട്ടാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടുവരുന്നത്. അങ്ങനെ നടത്തിയതിൽ 3 വർഷം ഇത് ആരംഭിച്ച് 3 വർഷത്തിന് ശേഷം ഞങ്ങൾ റീവിസിറ്റ് നടത്തി. അതിൽ 70 കുടുംബങ്ങളെ നിലനിർത്തിക്കൊണ്ട് ബാക്കിയുള്ളവർ ഒരുവിധം ജീവിതം മെച്ചപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. മെച്ചപ്പെടുത്തിക്കൊണ്ട് 70 കുടുംബങ്ങളാക്കി അത് ചുരുക്കി. ഇപ്പൊ 23 കുടുംബങ്ങളായി ആ 70 ചുരുങ്ങുകയും പുതിയതായിട്ട് 2ാം ഘട്ട ആശ്രയ പദ്ധതി രൂപീകരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. 2ാം ഘട്ട ആശ്രയ പദ്ധതിയിൽ 80% ഞങ്ങൾ ചെലവഴിച്ചതിന്റെ ഭാഗമായിട്ടാണ് 2ാം ഘട്ട ആശ്രയ പദ്ധതി ഞങ്ങൾക്ക് അംഗീകരിച്ച് കിട്ടിയത്. അതിൽ ഇപ്പോൾ ഉള്ളത് 156 കുടുംബങ്ങളാണ്. അവരെ ഇതേപോലെ നമ്മൾ ആദ്യ താഴെത്തട്ടി കുടുംബങ്ങളുണ്ട് ഉണ്ട് ഒരു നിരാലംബരായിട്ട്. അതെ, അത് കുടുംബശ്രീ മുഖാന്തരം കുടുംബശ്രീ അംഗങ്ങൾ അവരുടെ പ്രദേശത്തുള്ള ആളുകളിൽ നിന്നാണ് നമ്മളിത് കണ്ടെത്തുന്നത്. അത് ADS തലത്തിലെത്തിക്കുകയും നമ്മൾ അത് പോയി സർവേ നടത്തി അവരതിന് അർഹതപ്പെട്ടവരാണോ എന്ന് കണ്ടെത്തിയതിന് ശേഷമാണ് നമ്മളത് CDSലേക്ക് കൊണ്ടുവന്ന് ആ പ്രൊജക്ട് തയ്യാറാക്കി നമ്മൾ സമർപ്പിക്കുന്നത്. അങ്ങനെ ഇപ്പൊ 156 കുടുംബങ്ങൾ നമുക്ക് ആശ്രയയില് ആദ്യത്തെ 23, അങ്ങനെ 179 കുടുംബങ്ങളാണ് ഇപ്പൊ നമ്മുടെ കരിമ്പ CDSൽ ആശ്രയയിലുള്ളത്. അതിൽ 100 കുടുംബങ്ങൾക്ക് നമ്മളിപ്പം ഭവന റിപ്പയറിനുള്ള പദ്ധതി പ്രകാരം വീട് നിർമ്മിക്കാനായിട്ടുള്ള സംഖ്യ കൊടുത്തു കഴിഞ്ഞു. അവർക്ക് ഇതുപോലെ നമ്മൾ എല്ലാ ഓണത്തിന് ഭക്ഷണ കിറ്റ് വിതരണം ചെയ്യും. അതായത് അരി, പലവ്യഞ്ജന സാധനങ്ങളുള്ള കിറ്റുകൾ ആശ്രയക്കാർക്ക്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് റേഷൻ കട വഴി ഭക്ഷ്യസാധനങ്ങൾ വിതരണം ചെയ്യാറുണ്ട്. ആശ്രയ പദ്ധതിയിൽ നിന്ന് മെച്ചപ്പെട്ട് മാറിയിട്ടുള്ള ആൾക്കാരുണ്ടോ? ആശ്രയയിൽ ഉൾപ്പെട്ട കുടുംബമാണ് ലതിക എന്ന ഒരു കുട്ടി. അവര് തെങ്ങ് കയറ്റത്തിലൂടെയാണ് അവരെ കൊണ്ടുവന്നത്. ആ കുട്ടി പറഞ്ഞ പോലെ സുന്ദരി ഇവിടെ പറയുണ്ടായാല് അതിന് ഭർത്താവ് മരിച്ച് 26 വയസ്സുള്ള സമയത്ത് കൊണ്ടുവന്നു. പിന്നെ നമ്മൾക്ക് തൊഴിൽ ചെയ്യാനായിട്ട് ഒരു ആശാരിയെ അവർക്ക് അതിനുള്ള ഉപകരണങ്ങൾ മേടിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ബാലസഭയുടെ കാര്യം എത്ര യൂണിറ്റ്സ് ഉണ്ട്, ആക്ടിവിറ്റീസ് എന്താണെന്ന് പറയും. ഞങ്ങളുടെ 17 വാർഡുകളുണ്ട്. 17 വാർഡുകളിലായി 50ഓളം ബാലസഭകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതിൽ മൊത്തം 627 ബാലസഭാംഗങ്ങളുണ്ട്. ഞങ്ങൾ മുത്തശ്ശിമാരോടൊപ്പം ഇരുന്ന് ബാലസഭ കൂടുകയും ചിന്തിക്കുകയും കളിക്കുകയും ചെയ്യാറുണ്ട്. അവർക്ക് കിട്ടിയിട്ടുള്ള അറിവ് ഞങ്ങളുമായി പങ്കുവെക്കാറുമുണ്ട്. ചിന്തിക്കുകയും ചെയ്യും കൂടെ. മുത്തശ്ശിമാര് കഥ പറഞ്ഞു തരുമോ? പറഞ്ഞു തരും. പണ്ടത്തെ പാട്ടുകളൊക്കെ പഠിപ്പിച്ചു തരുമോ? ആ, പഠിപ്പിച്ചു തരും. ആണോ?
മണിക്കിണറ്റിൽ വളകളഞ്ഞേ പെണ്ണു മാധവിയെ വളയും കളഞ്ഞേച്ചും പെണ്ണവിടെ ഇരുന്ന് പേശുന്നേ പേശാതെ നില്ലടി പെണ്ണെ കനക പൊൻവള ഞാൻ തരാം കനക പൊൻവള കയ്യിലണിഞ്ഞ് കളിച്ചാട്ടെ കളി കാണട്ടെ മുത്ത് മുത്ത് പൊന്നോല മൂകപ്പടിയഞ്ചും പൊന്നോല കാഞ്ചി മഞ്ചള പൊന്നോല പട ജയിച്ചു വന്നതും പൊന്നോല കൊല്ലത്തെ രാജാവേറി വന്നതും ചെല്ലക്കുതിരയും പട്ടാളും കൊല്ലത്തെ രാജാവേറി വന്നത് ചെല്ലക്കുതിരയും പട്ടാളും. നല്ല പാട്ട്. ഉഗ്രം പാട്ട്. ഇത് മുത്തശ്ശി പഠിപ്പിച്ച പാട്ടാ? ഈ മുത്തശ്ശി കൂട്ടത്തുനിന്ന് പഠിച്ചതാണല്ലേ? നല്ല പാട്ട്. നല്ല പാട്ട്. നമുക്കപ്പോ അടുത്ത ഫിലിം കൂടെ കണ്ടിട്ട് ചർച്ച തുടരാം. സംഘകൃഷി. പ്രേക്ഷകർക്ക് മുൻപിൽ ഇനി കരിമ്പയുടെ കൃഷിക്കാഴ്ചകൾ. കരിമ്പയിലെ ഏലകൾ കണ്ടാൽ കൃഷിയെ സ്നേഹിക്കുന്ന ആരും കൊതിച്ചു പോകും. ലക്ഷ്മി സംഘകൃഷിയിൽ ഏത്തനും ചെങ്കതളിയും ഞാലിപ്പൂവനും മൈസൂർ പൂവനും വിളഞ്ഞു കിടക്കുന്നു. വളമൊക്കെ ഇടണം, പിന്നെ ഇട കളയ്ക്കുന്ന സമയമൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് വരാറ്. എല്ലാവരുടെയും വീടടുത്താണ്. സൗഹൃദ അയൽക്കൂട്ടത്തിന്റെ കൃഷിയിടത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കമുകിൻ തോട്ടം കളപറിച്ച് വൃത്തിയാക്കിയ ശേഷം വാഴയും പച്ചക്കറിയും നടും. പുരയിടം പരിപാലിക്കുന്നതുകൊണ്ട് പാട്ടത്തുക നൽകേണ്ട. കൃഷി കൂടാതെ ആടുവളർത്തലും ഉണ്ട് ഇവർക്ക്. ഞങ്ങൾ 10 കൊല്ലമായി പിന്നെ കുടുംബശ്രീ തുടങ്ങിയിട്ട്. അപ്പൊ ഞങ്ങൾക്ക് സമ്പാദ്യമൊക്കെ അത്യാവശ്യത്തിനുണ്ട്. 15,000 ഉറുപ്പ്യ വരെ ഞങ്ങള് ലോണ് കൊടുത്തിട്ട്, അപ്പൊ അത്ര അതിനോടുള്ള ഇതൊക്കെ എന്താ ചെയ്തൂടെ ഞങ്ങൾക്ക്? 15,000 ഉറുപ്പ്യയും കൂടി ഒതുങ്ങുന്നത്. കരിമ്പയിൽ ആകെ 53 ഗ്രൂപ്പുകൾ സംഘകൃഷി നടത്തുന്നു. പശു ആടുവളർത്തലിൽ ഏർപ്പെട്ടിരിക്കുന്നത് 30 കുടുംബങ്ങളാണ്. പിന്നാക്കം നിൽക്കുന്ന വാക്കോട് ആദിവാസി കോളനിയിലും കുടുംബശ്രീ ഇടപെട്ട് പശുവിനെ നൽകി. ഇവിടുത്തെ 19 കുടുംബങ്ങളിൽ 17 പേർക്കും വീടായി. അയൽക്കൂട്ടം എന്ന് പറഞ്ഞാൽ പൈസ ഇന്നലെയായിട്ട് ഞങ്ങൾ എടുത്തിട്ടില്ല. ഇങ്ങനെ ഓണത്തിന് വിഷുവിന് അങ്ങനെയൊക്കെ കുറേശ്ശെ പൈസ എടുത്ത് അങ്ങനെ ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ച് ഇങ്ങനെ സദ്യ ഉണ്ടാക്കി കൊടുക്കും. വീട് തന്നു, ബസ് തന്നു, പിന്നെ കുടിക്കാൻ വെള്ളം തന്നു, പിന്നെ പഞ്ചായത്ത് ഞാനോട് കുത്തി തന്നു. അതിപ്പോൾ വെള്ളം കിട്ടുന്നില്ല, വേനൽക്കാലമായ പറ്റും. ഞങ്ങൾ 10 ആൾ കൂടി ഞങ്ങളുടെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറയും. അതിന് എന്തെങ്കിലും അതിൽ പോരായ്മ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ 10 ആൾ കൂടി തീരുമാനിച്ചിട്ട് അത് ഞങ്ങളുടെ അയൽക്കൂട്ട ബുക്കിൽ ഞങ്ങൾ എഴുതും. മുടുകർ വിഭാഗത്തിൽപ്പെട്ട ഈ ആദിവാസി ഊരിലെ കഷ്ടതയും പട്ടിണിയും മാറ്റി സുഭിക്ഷതയുടെ നാളുകൾ കൊണ്ടുവരാനാണ് കുടുംബശ്രീയും പഞ്ചായത്തും ശ്രമിക്കുന്നത്. വെള്ളം കിട്ടുന്നില്ലല്ലോ പറഞ്ഞു. അവർക്ക് പൈപ്പ് ഇട്ട് കിണറിൽ നിന്ന് ഉള്ള വെള്ളമാണ് ഇല്ലാത്തത്. മലയിൽ നിന്ന് ഓസ് ഇട്ടിപ്പോൾ അവർക്ക് വെള്ളം എത്തിക്കുന്നുണ്ട്. പഞ്ചായത്ത് നിർമ്മിച്ച കിണർ വേനൽക്കാലമായപ്പോൾ വെള്ളം കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായി. ഞങ്ങൾ മലയുടെ മുകളിൽ നിന്ന് ഓസ് ഇട്ടിപ്പോൾ അവർക്ക് വെള്ളം ലഭിക്കുന്നുണ്ട്. അവർക്ക് കൃഷിഭൂമിയുണ്ടോ? ഉണ്ട്. അവർക്ക് അവിടെ കൃഷിഭൂമിയുള്ള ആദിവാസികളാണ്. അത് കൂട്ടായിട്ടാണോ അതോ അവരുടെ വ്യക്തിഗതമായിട്ട് തന്നെ കൃഷി ചെയ്യുന്നുണ്ടോ? കൃഷി ചെയ്യുന്നുണ്ട്. റബ്ബറുണ്ട്, തെങ്ങുണ്ട്. പിന്നെ ഇപ്പൊ ആ കണ്ട കോളനിയിൽ എല്ലാവർക്കും നമ്മൾ പശുവിനെ മേടിച്ചു കൊടുത്തു. അവരതിൽ നിന്നൊരു വരുമാന മാർഗം ആയിട്ട് എടുക്കുന്നുണ്ട്. NREGSന്റെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ എല്ലാ കുടുംബാംഗങ്ങളെയും രജിസ്ട്രേഷൻ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ജോലി ചെയ്യാൻ ഞങ്ങൾ അവര് കുറച്ച് ഇറങ്ങിയിരുന്നു. അതിനിടയിൽ കുറച്ച് അവർക്ക് പശു, ആട്, സ്വയം തൊഴിൽ മേഖലയിൽ കുറച്ച് ലഭിച്ചു. അതിൽ ലേശം പിന്നോക്കമാണ് നിൽക്കുന്നത്. എന്നാലും ഞങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഞങ്ങൾ താല്പര്യപ്പെട്ടിട്ട് ഞങ്ങൾ വർക്കിക്ക് ഇറക്കാറുണ്ട്. കുടുംബശ്രീ എന്ന് കേട്ടാലേ സന്തോഷം അവർക്ക്. കുടുംബശ്രീ ഗ്രൂപ്പുകൾ ഞങ്ങൾ രൂപീകരിച്ചു കൊടുത്തതിന് ശേഷം കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കേട്ടാൽ ഞങ്ങൾ കണ്ടാൽ തന്നെ അവർക്ക് സന്തോഷമാണ്. ഇവർക്ക് ഭൂമിയുടെ പട്ടയമുണ്ടോ? പട്ടയം കിട്ടിയിട്ടുണ്ടോ? പട്ടയം അതൊരു ലാമിനേറ്റഡ് പട്ടയം രേഖയുള്ളതാണ്. അവർക്ക് ഞങ്ങളുടെ പഞ്ചായത്തിലെ എല്ലാ ST കുടുംബങ്ങൾക്കും വീടുകളുണ്ട്. പിന്നെ അവർക്ക് പട്ടയമുണ്ട്. കുറേശ്ശെ ഭൂമിയുള്ളവർ ആണ്. പിന്നെ അവർക്ക് എല്ലാവർക്കും സ്വയം എല്ലാവരും ഉണ്ട്.
സ്കൂളിൽ പോകുന്നുണ്ട്. മലയോര പ്രദേശത്ത് തന്നെ ഒരു LP സ്കൂളുണ്ട്. ആ സ്കൂളിലെ കുട്ടികളെല്ലാവരും പോകുന്നുണ്ട്. പിന്നെ ഒരു ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നുണ്ട്. ട്രൈബൽ ഹോസ്റ്റലിൽ നിന്നിട്ട് പഠിക്കുന്നവരുണ്ട്. സംഘകൃഷിയെ പറ്റി പറയൂ. വാഴ കൃഷിയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ട് വരുന്നത്. വിവിധതരം വാഴക്കുലകളുണ്ട് അതില്. പിന്നെ അതിനിടയിൽ പച്ചക്കറി ചെയ്യുന്നുണ്ട്. ചീര അങ്ങനെയുള്ള പച്ചക്കറി. നിങ്ങളുടെ ഗ്രൂപ്പിൽ എത്ര പേരുണ്ട്? 4 പേരുണ്ട്. 4 പേര്. ദിവസവും ജോലിയുണ്ടോ അതിന്? ദിവസം ഞങ്ങൾ പോവാറുണ്ട്. ഞങ്ങൾ ദിവസം പോയി നോക്കും. പിന്നെ കള പറിക്കാനുണ്ടെങ്കിൽ കള പറിക്കും. പിന്നെ വെള്ളം തേവി കൊടുക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ വെള്ളം തേവി കൊടുക്കുക. വളടണം. ആളെ വെച്ച് ചെയ്യോ അതോ നിങ്ങൾ തന്നെ? ഞങ്ങൾ തന്നെ ചെയ്യണത്. ഇതിന് വേണ്ട വളം, അതുമായി വിത്ത്, ഇതൊക്കെ ഞങ്ങൾക്ക് കൃഷിഭവൻ മുഖേന നല്ല സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞങ്ങളുടെ കൃഷി ഓഫീസർ അതിനുള്ള എല്ലാവിധ സഹകരണം. പിന്നെ ഞങ്ങൾക്ക് ഒരു കാര്യം അറിയില്ല പറഞ്ഞിട്ട് പോയിട്ട് സംശയം ചോദിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ നമുക്ക് സംശയം ദൂരീകരിച്ചു തരണം അതുപോലെ ചെയ്തു തരും. പരിശീലനം ഉണ്ട്. എന്താ അനുഭവം? ഞങ്ങൾക്ക് പിന്നെ പച്ചക്കറി നടുന്ന കാര്യങ്ങള്, വാഴകൃഷി ചെയ്യുന്നത്, അത് ജൈവ കൃഷിയില് പിന്നെ പുകയില കഷായം അങ്ങനെയുള്ള ജൈവ കീടനാശിനിയാണ് ഉപയോഗിക്കുന്നത്. ആ രീതികളൊക്കെ. നിങ്ങൾ രാസപദാർത്ഥങ്ങൾ ഒന്നും ഉപയോഗിക്കുന്നില്ല? മണ്ണ് പരിശോധന കൃഷി മുഖേന ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഉൽപാദനം നന്നായിട്ടുണ്ട്. പിന്നെ മണ്ണിന്റെ ഇപ്പൊ മണ്ണിന്റെ ഘടനയൊക്കെ നന്നായിട്ട് രാസവളം ഇല്ലാതെ ഞങ്ങൾക്ക് ജൈവ കൃഷി മാത്രം അതിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കണ സമയമാണ്. അല്ല, അപ്പൊ ഈ സ്ത്രീകൾ ഇങ്ങനെ സംഘമായിട്ട് വന്ന് കൃഷി ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോ എന്താണ് ഒരു മാറ്റം? പ്രകടമായിട്ട് എന്തെങ്കിലും ഒരു മാറ്റം സ്ത്രീകളിലോ നാട്ടിലോ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? അത് നല്ലപോലെ ഉണ്ടായിട്ടുണ്ട്. സ്ത്രീകള് കൃഷി ചെയ്യുമ്പോൾ അവർക്ക് തന്നെ അധ്വാനം ഇല്ലാതെ ഇരിക്കുന്ന ആളായിരുന്നു. അപ്പൊ തൊഴിൽ കൂടുതലുണ്ടായി, വരുമാനം വർദ്ധിപ്പിക്കാനും കഴിഞ്ഞു. പിന്നെ നമ്മൾ സ്ത്രീകൾ കൃഷി ചെയ്യുന്നത് കണ്ടിട്ടിപ്പോ അയൽക്കൂട്ടത്തിലെ മറ്റു അംഗങ്ങള് അവരുടെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ലോണ് കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള ശ്രമത്തിലാണ്. ബ്ലോക്കിന്റെ കീഴിലൊക്കെ പുരുഷന്മാരുടെ സംഘടനകൾ, പുരുഷന്മാർക്കും ഉണ്ട് ഇപ്പോ സംഘടന. ബ്ലോക്കിന്റെ കീഴിൽ സ്ത്രീകളുടെ സംഘടനകൾ സ്ത്രീകളുടെ സംഘടനകളാണ് ഇപ്പൊ കൂടുതൽ. അത് കണ്ടുകൊണ്ട് അവര് എന്തായാലും ഞങ്ങളുടെ കൃഷിക്ക് സഹായിക്കുന്നത് പുരുഷന്മാരുണ്ടായിരുന്നു. അവരിപ്പോ സ്വന്തം വേറെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് വേറെ ലോണ് കാര്യം അങ്ങനെയൊക്കെ വാങ്ങിക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് ഏരിയ ഇൻസെന്റീവ് കൃഷി ജില്ലാ മിഷൻ തരുന്നുണ്ട്. അത് ലോൺ എടുക്കുന്നത് കൃഷി ചെയ്യാനായിട്ട്? നിങ്ങളുടെ പാട്ടത്തിന് കൃഷി എടുക്കാണ് സ്വന്തം. അതല്ല ഞാൻ ചോദിച്ചത്. ഇപ്പൊ JLG ഒരു ഗ്രൂപ്പ് നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ലോൺ എടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ലോൺ എടുക്കുന്നത് ഞങ്ങൾക്ക് കൂടുതൽ സ്ഥലത്ത് ചെയ്യണമെങ്കിൽ അതിന് പാട്ടം കൊടുക്കണം. എത്ര ഒക്കെ ഉണ്ട് പാട്ടം? 1 ഏക്കറിന് 16,000 രൂപയൊക്കെ. ഇപ്പൊ കാണിച്ച ഫിലിമില് പറഞ്ഞിരുന്നു ഈ കമുകിൻ തോട്ടങ്ങളിൽ ചെയ്യുമ്പോ അവിടെ ഒന്നും കൊടുക്കണ്ട, അതാണ് സ്വന്തം ഭൂമിയുള്ള ആൾക്കാരല്ലേ. അല്ല, അത് പുരയിടം പരിപാലിക്കുന്നതും അല്ലേ അദ്ദേഹം പറയും. അതെന്തായിരുന്നു? സ്വന്തം ഭൂമിയല്ല, ഇതുപോലെ അവര് പിന്നെ നിങ്ങൾ ഇതുപോലെ വാഴ കൃഷി ചെയ്തോളാൻ പറഞ്ഞിട്ട് കൊടുക്കുക. അപ്പൊ അവരുടെ പറമ്പ് വൃത്തിയായി കൊടുത്താൽ മതി, അവർക്ക് പാട്ടം വേണ്ട. അങ്ങനെ ചെയ്ത ഒരു ഗ്രൂപ്പിനെയാണ് ഇപ്പൊ കണ്ടത്. പഞ്ചായത്ത് മെമ്പർമാർ വന്നിട്ടുണ്ടല്ലോ. നിങ്ങൾ കുടുംബശ്രീയിൽ കൂടെയാണോ പൊതുപ്രവർത്തനത്തിൽ വന്നത്, അതോ പൊതുപ്രവർത്തനത്തിൽ നിന്ന് കുടുംബശ്രീയിൽ എത്തിയതാണോ? കുടുംബശ്രീ വഴി ആണ് ഈ മേഖലയ്ക്ക് എത്തിയത്. കുടുംബശ്രീയിൽ ആദ്യം സെക്രട്ടറി സ്ഥാനത്തായിരുന്നു, പിന്നെ ADS അയൽക്കൂട്ടം സെക്രട്ടറി ആയിരുന്നു, പിന്നീട് ADS സെക്രട്ടറി ആയി, പിന്നെ CDS അംഗമായി. അതുവഴി ഇപ്പോ പഞ്ചായത്ത് മെമ്പറായി. അങ്ങനെ ഇത്രയും വലിയൊരു മേഖലയ്ക്ക് കുടുംബശ്രീ വഴി എത്താൻ കഴിഞ്ഞു. രമ്യജയ്ക്ക് ഈ കുടുംബശ്രീ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് മെമ്പർ ആയപ്പോൾ ഏത് രീതിയിലാണ് പ്രയോജനപ്പെട്ടത്? അതിന്റെ ഒരു പരിചയം. അതിൽ പ്രയോജനപ്പെട്ടത് വെച്ചാൽ നമ്മളിത് ഇതേപോലെ തന്നെ ഓരോ പ്രവർത്തന മേഖലയിലും കൂടുതൽ ജനങ്ങളായി ഇറങ്ങിച്ചെന്ന് അവർക്ക് ഒരുപാട് കാര്യങ്ങളും അതുപോലെ തന്നെ അവരുടെ വിഷമങ്ങൾ കണ്ട് അവർക്ക് നമ്മളെ കൊണ്ട് എന്ത് സഹായം ചെയ്തു കൊടുക്കാൻ പറ്റും എന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കും. ഇപ്പോൾ ഒരാൾക്ക് മറ്റൊരാളോട് അവരുടെ വിഷമം പറയാൻ ആ വ്യക്തിക്ക് നേരിട്ട് കഴിയില്ല. അപ്പൊ നമ്മൾ അവരോട് നേരിട്ട് പോയി നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ച് നമുക്കത് കൂട്ടായി പരിഹരിച്ചു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അവരുടെ ആ വിഷമത്തെ ഒന്ന് തീർത്തു കൊടുക്കാൻ വേണ്ടി ഇപ്പൊ നമുക്കും ഒറ്റയ്ക്ക് കഴിയില്ല. അപ്പൊ മറ്റുള്ളവരെ കൂട്ടുപിടിച്ചുകൊണ്ട് അത് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രവർത്തനം വളരെ നല്ല രീതിയിൽ കുറെ ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചും രോഗം മൂലം അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട്. അവരെയൊക്കെ കണ്ടെത്തി അവർക്ക് നമ്മളെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ
സാധിച്ചതിലും കുടുംബശ്രീ ഒരു പ്രസ്ഥാനമാണ് നമ്മളെ ഇങ്ങനെ ഈ നിലയിൽ എത്തിച്ചത്. അതിനോടൊക്കെ വളരെ സന്തോഷം. ഇപ്പോഴും ഇന്നിപ്പോ ഇവിടെ വന്നിരിക്കാൻ പോലും ഒരു അവസരം ലഭിച്ചതും ഇതേ ഒരു മേഖലയിലാണ്. അതിനോടൊക്കെ വളരെ സന്തോഷത്തോടെ. ഈ തെങ്ങ് കയറുന്ന മെഷീനില്ലേ, അത് വെച്ചിട്ട് വടക്കോട്ടൊക്കെ ഒത്തിരി കമുകൊക്കെ ഇല്ലേ, കമുകിലും കയറാൻ പറ്റൂലേ? പിന്നെ തെങ്ങിൽ കയറുന്ന മിഷൻ കുറച്ച് വലുതാണ്, കവുങ്ങ് കയറുന്ന മിഷൻ ചെറുതാണ്. അതിന് അത് വേറെ മിഷനാണുള്ളത്, അങ്ങോട്ട് കയറാം. ഇതേ മോഡലിന് കയറില്ലേ, തെങ്ങിൽ കയറുന്ന പോലെ തന്നെയാണ് കവുങ്ങിലും കയറുന്നത്. ആ മിഷൻ ഉണ്ടോ? ആ മിഷൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അല്ല, അതും കൂടെ ഉപയോഗപ്പെടുത്തണം. എന്താണെന്നറിയോ, കമുകും തോട്ടത്തിലാണ് നിങ്ങൾ സംഘകൃഷി ചെയ്യുന്നത് ഇല്ലേ? അപ്പൊ ഒരുപാട് പറമ്പ് വൃത്തിയാകുന്നുള്ള ധാരണയിൽ നിങ്ങൾക്ക് പാട്ടമൊന്നും നിങ്ങളുടെ അടുക്കൽ വാങ്ങണമില്ല. അപ്പൊ ആ കൂട്ടത്തില് കമുക് അരയ്ക്ക പറിക്കാനുള്ള ആ ഒരു ഇത് സംവിധാനവും കൂടെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതൊരു ആഡഡ് ആയിട്ടുള്ള ഒരു ഇൻകം ജനറേറ്റിംഗ് അല്ലേ അത്? ഈ കുടുംബശ്രീയിൽ വന്നതിന് ശേഷം എന്തൊക്കെ പുതിയ സ്കില്ലുകൾ കിട്ടാൻ പറ്റി? ഇപ്പം കഴിവുകൾ വല്ലതും കിട്ടിയോന്ന് അതൊന്ന്. പിന്നെ ഇനി അങ്ങോട്ട് എന്താ പ്ലാൻ? എന്താണ് നിങ്ങളുടെ ഒരു വിഷൻ? ഇനി എങ്ങനെ കൊണ്ടുപോകണം? ഏത് ഡയറക്ഷനിലാണ്? കുടുംബശ്രീയിൽ വന്നതിന് ശേഷം ഞങ്ങൾക്ക് വിവിധ മേഖലയിലുള്ള തൊഴിൽ പരിശീലനങ്ങൾ, അത് ക്യാൻറ്റീനായാലും ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരുക്കുന്ന രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ കിട്ടി. പിന്നെ ഞങ്ങൾക്ക് ടൈലറിങ്, അലുമിനിയം ഫാബ്രിക്കേഷൻസ്, പിന്നെ ഇപ്പോൾ ഇതേമാതിരി തെങ്ങ് കയറ്റം, MKSP, അതെല്ലാം നമ്മളിൽ നിന്ന് ഞാറുനടലെല്ലാം വിട്ടുപോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുടെ വനിതകൾ ഏറ്റെടുത്തുകൊണ്ട് നടത്താൻ. കമ്പ്യൂട്ടറിന്റെ വല്ലതും കിട്ടിയിട്ടുണ്ടോ? കമ്പ്യൂട്ടറിന്റെ ഞങ്ങൾക്ക് ഈ സാക്ഷരത ട്രെയിനിങ് ഉണ്ടായിരുന്നു. ട്രെയിനിങ് കിട്ടി. പിന്നെ സ്ത്രീ പദവി പഠനവും ചെയ്തിട്ടുണ്ടല്ലോ, സ്ത്രീ പദവി പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു കണ്ടുപിടുത്തം എന്തായിരുന്നു? അതിന്റെ പുറത്ത് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും? സ്ത്രീ പദവി പഠനമാണോ മറ്റേ പുസ്തകം വായിച്ചിട്ടുള്ള ചർച്ചയാണോ, ഏതാ ചെയ്തത്? സ്ത്രീ പദവി സ്വയം പഠനം പറഞ്ഞ ജെൻഡർ കോർണറിൽ കൂടെ നമുക്ക് നിറക്കൂട്ട് എന്നൊരു ബോക്സ് സ്ഥാപിക്കും. അതിൽ അനുഭവങ്ങളും പങ്കുവെക്കൽ, അവരുടെ സങ്കടങ്ങളും ഒക്കെ എല്ലാം എഴുതി കുട്ടികളുടെ രചനകളെല്ലാം ഇടലുണ്ട്. പിന്നെ ജാഗ്രതാ സമിതിയിൽ 4-5 കേസുകൾ ജെൻഡർ കോർണർ വഴി ജെൻഡർ കോർണർ, അത് പഞ്ചായത്ത് തലത്തിൽ ജാഗ്രതാ സമിതിയിൽ വെക്കുകയും. ജെൻഡർ കോർണറിന്റെ ആള് പറയൂ. ജെൻഡർ കോർണർ എന്താ? ജെൻഡർ കോർണർ സ്ത്രീകളുടെ പ്രശ്നങ്ങള്, കാര്യങ്ങൾ പരിഹരിക്കാൻ, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആ പ്രശ്നങ്ങളെ സ്വകാര്യത നിലനിർത്തിക്കൊണ്ട് അവരുടെ വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഇതാണ്. അതിനു വേണ്ടിയിട്ട് നിറക്കൂട്ട് എന്നൊരു ഇത് പ്രവർത്തിക്കുന്നത്. ആ നിറക്കൂട്ടിലൂടെ സ്ത്രീകളുടെയും ബാലസഭ കുട്ടികളുടെയും കായിക വാസനകളും മറ്റും അതിൽ പ്രദർശിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. കായിക അല്ല, സോറി, അവരുടെ കവിത, കഥകളോടുള്ള താല്പര്യം, കായികമായിട്ട് വല്ലതുണ്ടോ? ക്യാമ്പ് നടത്താം. ഈ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളിൽ എങ്ങനെയാണ് കുടുംബശ്രീയുടെ പ്രവർത്തനത്തെ വിലയിരുത്തുന്നത്? പഞ്ചായത്തിന്റെ എല്ലാ പ്രവർത്തനത്തിനും കുടുംബശ്രീയുടെ സഹകരണം അത്യന്താപേക്ഷിതമാണ്. അത് ഇല്ല എങ്കിൽ ആ പഞ്ചായത്ത് ഭരണസമിതി തന്നെ പരാജയമായി മാറും. നിങ്ങളുടെ എഞ്ചിൻ ഓഫ് ആവും. ദൈനംദിന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രവർത്തനമാണ് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പ്രവർത്തനം. അതിന്റെ ഏറ്റവും താഴെത്തലത്തിലുള്ള ബഡ്ജറ്റ് രൂപീകരണം, തൊഴിൽ കണ്ടെത്തൽ, ഇതെല്ലാം ഈ കുടുംബശ്രീ അയൽക്കൂട്ട യോഗങ്ങളിലൂടെയാണ് ആദ്യം നടക്കുന്നത്. അത് കുറച്ച് ഭാരിച്ച ഇതല്ലേ ഈ തൊഴിൽ പ്രോജക്റ്റ് ഒക്കെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇവരുടെ പ്രദേശത്ത് ഒരു 20 അംഗ അയൽക്കൂട്ടത്തിന്റെ പ്രദേശത്ത് എന്ത് തൊഴിൽ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതും ഇവർ ഇരുന്ന് ചർച്ച ചെയ്തിട്ട് ഇവരുടെ എന്തുതരം തൊഴിലുകളാണ് സജസ്റ്റ് ചെയ്യപ്പെടുന്നത്? ഒരു കിണർ കുഴിക്കുന്നതാണോ അതോ കനാലാണോ? IAY വീടിന്റെ നിർമ്മാണത്തിൽ 90 ലേബർ ചെയ്യാൻ പറ്റും. അതുപോലെ കക്കൂസ് നിർമ്മാണം, കിണർ കുഴിക്കല്, പിന്നെ IAY BPL കുടുംബങ്ങളുടെ ഭൂവികസന പ്രവർത്തനങ്ങൾ, മണ്ണൊലിപ്പ് തടയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ഇവരുടെ ആ കാര്യത്തിലൊക്കെ ഇനി ഇവരുടെ പിന്തുണയില്ല എങ്കിൽ നമുക്ക് അതിനാവശ്യമായ പ്രൊജക്ട് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടും. അതേപോലെ പഞ്ചായത്തിന്റെ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന കാര്യത്തിൽ, നടപ്പാക്കുന്ന കാര്യത്തിലൊക്കെ കുടുംബശ്രീകളിലെ സജീവമായ സാന്നിധ്യം, CDSന്റെ സജീവമായ സാന്നിധ്യം നമുക്ക് അനിവാര്യമാണ്. ഇനി എന്തെങ്കിലും ഒരു യോഗത്തിൽ നമുക്കറിയാം പഞ്ചായത്തിൽ നിരന്തരം യോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊക്കെ തന്നെ നമുക്കറിയാം പുരുഷന്മാരുടെ സാന്നിധ്യം അവിടെ ഒന്നുമില്ല. അവിടെ ഇവരാണ്.
അതുപോലെ വാർഡ് ഗ്രാമസഭകൾ കൂടുന്ന സ്ഥലത്ത് നമുക്കറിയാം ഗ്രാമസഭകൾ വളരെ ശുഷ്കമാണ്, പങ്കാളിത്തമില്ല. കുടുംബശ്രീക്കാര് കൂടി അതിൽ നിന്ന് വിട്ടു നിന്ന് കഴിഞ്ഞാൽ കോറവല്ല മാഡം, ആളെ ഇല്ലാത്ത ഗ്രാമസഭകൾ. നമ്മൾ അങ്ങനെ പറയരുത്. കാരണം കുടുംബശ്രീ എന്ന് പറയുന്നത് കുടുംബങ്ങളെ പ്രതിനിധീകരിക്കുന്നവരല്ലേ. അപ്പോ അവര് വന്നാൽ അതും ഒരു പ്രാതിനിധ്യമല്ല. ഞങ്ങൾ അറിയിക്കുന്നത് ഇപ്പൊ ഞാൻ എന്റെ വാർഡിലെ ഗ്രാമസഭ വിളിക്കുന്നത് ഇവരെ ശനി ഞായറാണ് അയൽക്കൂട്ട യോഗങ്ങള്. ഞാൻ അവിടെ കൊണ്ടാണ് കത്ത് കൊടുക്കുന്നത്. എനിക്ക് വേഗം അവിടെയുള്ള പുരുഷന്മാർ പങ്കെടുക്കുന്നില്ല. ഗ്രാമസഭാ യോഗങ്ങളിൽ സജീവമായി ചർച്ച ചെയ്യാനായിട്ട് അല്ലെ ആ നാടിന്റെ വികസനം വിചാരിച്ച പുരുഷന്മാർ വരും, വീട്ടിൽ പോയി പറയണം. നിങ്ങൾ നേരിടുന്ന പരിമിതികൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ ഈ രാത്രികാല സഞ്ചാര സ്വാതന്ത്ര്യം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. എന്താണത് പ്രധാനമായിട്ടും? എങ്ങനത്തെ പ്രശ്നമാണ് നിങ്ങൾക്കുള്ളത്? മാഡം, രാത്രി കാലങ്ങളിൽ ഒരു 7 മണിക്ക് ശേഷം ഒരു സ്ത്രീ പുറത്തിറങ്ങുമ്പോൾ, അതിപ്പോ ടൗണിലാണെങ്കിൽ വെളിച്ചമുള്ള പ്രദേശത്തിലാണെങ്കിൽ നമുക്ക് അത്ര ഒരു ഭയം തോന്നില്ല. ഒരു ഉൾപ്രദേശത്തിലാണെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ നാടിനെ സംബന്ധിച്ചോളം ഒരു 7 മണിക്ക് ശേഷം അതിലെ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ സ്ട്രീറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ടൗൺ പോലെയുള്ള ഏരിയകളിൽ എപ്പോഴും ജനങ്ങളുടെ ആൾക്കാരുണ്ടാവും. ഇതിപ്പോ ഞങ്ങളുടെ പ്രദേശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാമമാണ്, അധികം റബ്ബർ തോട്ടങ്ങളാണ്. 7 മണിക്ക് ശേഷം യാത്ര ചെയ്താൽ ഭയക്കേണ്ട ഒരു ഏരിയ തന്നെയാണ്. അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ നമ്മൾ രാത്രി കയറി ചെല്ലുമ്പോൾ സാറ് നേരത്തെ മാഡം ചോദിച്ചു നിങ്ങൾ എന്തെങ്കിലും അടുത്തുള്ളവരുടെ കുറച്ച് എന്താണ് നേരം വൈകി വരുന്നുള്ള ഒരു ചോദ്യങ്ങളൊക്കെ ഞങ്ങൾ മുൻപേ കേട്ടിരുന്നു. അപ്പൊ ഇനി എന്താണ്, ഇനി എന്താ പ്ലാൻ, ഇനി എങ്ങോട്ട് എന്നാ ചോദിക്കുന്നത് കുടുംബശ്രീയുടെ? പറയൂ. ഇനി ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അടുത്ത 3 വർഷത്തിനുള്ളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹം അവരെ മുന്നോട്ട് കൊണ്ടുവരിക. പിന്നെ വികലാംഗരായവരെയും മാനസികമായി ബുദ്ധിമുട്ടുന്നവരെയും കണ്ടെത്തണം. ആശ്രയ കുടുംബങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണം. പിന്നെ വയോസഹൃദ ഗ്രാമം, ഒറ്റപ്പെട്ട് കഴിയുന്ന വൃദ്ധന്മാരെ നമ്മുടെ കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യം, അവർക്ക് കരാട്ടെ പരിശീലനം കൊടുക്കുന്നത് ആരാണ് കൊടുക്കുന്നത്? അത് കുടുംബശ്രീയുടെ ചുമതലയിലാണ്. സാർ, ഞങ്ങളുടെ പാലിയേറ്റീവിന്റെ പ്രവർത്തനങ്ങളുണ്ട്. കരിമ്പ പഞ്ചായത്തില് സാമൂഹികവും മാനസികവുമായ പ്രശ്നങ്ങളെ കുറച്ചു കൊണ്ടുവരാനുള്ള ഒരു പദ്ധതിയാണ് പാലിയേറ്റീവ് 2010 തുടങ്ങിയതാണ്. ജനുവരിയിൽ 245 രോഗികളുണ്ട്, 45 കിടപ്പ് രോഗികളുണ്ട്. ആഴ്ചയിൽ 2 ദിവസം ഹോം കെയർ നടത്താറുണ്ട്. പിന്നെ ആയുർവേദ ഡോക്ടറിന്റെ കീഴിലും മാസത്തിലൊരിക്കൽ ഹോം കെയർ നടത്താറുണ്ട്. പിന്നെ അവർക്ക് വേണ്ട മരുന്ന് സഹായം കൊടുക്കുന്നുണ്ട്. പിന്നെ പാലിയേറ്റീവിന്റെ അവലോകന യോഗം മാസത്തിലൊരിക്കൽ പ്രസിഡന്റ്, മെഡിക്കൽ ഓഫീസർ, ആശാ വർക്കർമാർ, കുടുംബശ്രീക്കാർ എല്ലാവരും കൂടി ഒരു യോഗം ചേരാറുണ്ട്. അതിലുള്ള പോരായ്മകൾ അവിടുന്ന് നികത്താറുണ്ട്. പിന്നെ അവർക്ക് ഓണത്തിനുള്ള ഓണക്കിറ്റ് വിതരണം ചെയ്യാറുണ്ട്. പിന്നെ കുടുംബസംഗമം, രോഗികളെയും കുടുംബാംഗങ്ങളെയും വിളിച്ച് കുടുംബസംഗമം നടത്താറുണ്ട്. ബോധവൽക്കരണ ക്ലാസ് നടത്താറുണ്ട്. പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള അവർക്ക് വേണ്ടി അവരെ വിളിച്ചു വരുത്തി എല്ലാവരും കൂടി പാട്ടും ഇതൊക്കെ അവതരിപ്പിക്കാറുണ്ട്. ഇത് വലിയൊരു നമ്പറല്ലേ മാഡം? ഈ 245 ക്യാൻസർ പേഷ്യൻസ് എത്ര പേരുണ്ട്? കിഡ്നി ക്യാൻസർ, കിടപ്പ് രോഗികൾ എല്ലാവരും കരിമ്പ പഞ്ചായത്തിൽ അത്രയും രോഗികൾ. ഒരു പഞ്ചായത്തിൽ ഇത്രയും പാലിയേറ്റീവ് കെയർ വേണ്ടി വരുന്ന രോഗികൾ 45 പേര് പൂർണ്ണമായും ഓൾഡ് ഏജ്. 45 പേരാണ് കിടപ്പ് രോഗികൾ. കത്തീറ്റർ ഇങ്ങനെ വേണ്ടത്. ബാക്കിയൊക്കെ മരുന്ന് സഹായം വേണ്ടവരാണ്. അവർക്ക് മരുന്ന് കൊടുക്കുന്നുണ്ട്. കല്ലടിക്കോട് PH. മരുന്ന് നിങ്ങൾ കൊടുക്കുമോ? അവിടെ വെച്ച് കൊടുക്കാറുണ്ട്. ഇതിനുള്ള ധനസഹായം പഞ്ചായത്തിന് പ്ലാൻ ഫണ്ട് കൊടുക്കും. അതോടൊപ്പം തന്നെ വളരെ സഹായിക്കുന്ന ആൾക്കാരിൽ നിന്ന് നമ്മൾ പൈസ മേടിച്ചുകൊണ്ട് ഇവർക്ക് ചിലർക്ക് ആവശ്യമായ വാട്ടർ ബെഡ് ഉണ്ടാകില്ല, വാക്കർ ഉണ്ടാകുകയില്ല. അവർ ചില വീടുകളിൽ ഇതേപോലെ ST-കാരുടെ വീടുകളിൽ ചിലപ്പോൾ ബെഡ് കെട്ടുക്കാൻ ബെഡ് ഉണ്ടാകില്ല. ഇതൊക്കെ നമ്മൾ മേടിച്ചു കൊടുക്കും. അതിന് പൊതുസമൂഹത്തിൽ നിന്നും ഈ കുടുംബശ്രീ മുഖാന്തരം നമ്മൾ അതിനുള്ള ഫണ്ട് കളക്ട് ചെയ്ത് അവർക്ക് അങ്ങനെ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ഈ പാലിയേറ്റീവ് ഈ കിടപ്പ് രോഗികളുടെ കൂടെ ഇവർ സന്ദർശിക്കാൻ പോകുമ്പോൾ ഞങ്ങളും കൂടെ, അതായത് മെമ്പർമാരും കൂടെ അവരുടെ കൂടെ എല്ലാ വീടുകളിലും സന്ദർശനം നടത്താറുണ്ട്. എല്ലാ മാസം ഞങ്ങൾ പഞ്ചായത്തിൽ വെച്ച് പാലിയേറ്റീവിന്റെ മീറ്റിംഗ് നടത്താറുണ്ട്. നമ്മൾ ഈ പാലിയേറ്റീവ് നമ്മൾ അഡ്മിറ്റ് ചെയ്യേണ്ട രോഗികളെ സംബന്ധിച്ച് വരുമ്പോൾ ക്യാൻസർ പേഷ്യന്റിന്റെ അളവ് വളരെ വലുതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, കൂടി വരുന്നുണ്ട്. എല്ലാ മാസവും നമ്മൾ പാലിയേറ്റീവിലേക്ക് എടുക്കേണ്ട രോഗികളുടെ പരിശോധന ഈ വാർഡ് തലത്തിലും കുടുംബശ്രീ തലത്തിലും ശുപാർശ ചെയ്തു വരുന്നത് ക്യാൻസർ പേഷ്യന്റാണ്. നമ്മുടെ സമൂഹത്തിൽ വളരെയധികം ക്യാൻസർ രോഗികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത്
ആദ്യം ഒരു ഇതുണ്ടായിരുന്നു പുക വലിച്ചിട്ടും മദ്യപാനത്തിലൂടെയാണെന്ന്. പക്ഷെ അതിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും ക്യാൻസറിന്റെ അസുഖം, അതുകൊണ്ട് തന്നെയാണ് ക്യാൻസർ പേഷ്യന്റ് ആണ് കൂടുതലും നമുക്ക്. ഈ ഒരു വർഷം 2015 ചെയ്തൊരു വലിയൊരു പ്രവർത്തനമാണ്. ഒരു തൊഴിലുറപ്പ് സ്ത്രീ, നമ്മൾ ഡോക്യുമെന്റേഷനിൽ കണ്ടതാണ്. തൊഴിലുറപ്പിൽ ഒരു സ്ത്രീ തലച്ചോറിൽ ക്യാൻസർ ബാധിച്ച് ഇവരൊരു തീരുമാനമെടുത്തതാണ് എത്രയും വേഗം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയെ ഫിലിമിൽ കാണിച്ചു ഏകദേശം 1,20,000 രൂപ ഇവരെ ഒരു പിരിവെടുത്ത് വേറെ എവിടുന്നും അല്ല വെച്ചത്. ഇവര് കുടുംബശ്രീ അംഗങ്ങൾ തന്നെ ആരും പറയാൻ നിർബന്ധിക്കാതെ കൊണ്ട് ഓരോ വാർഡിൽ നിന്നും കളക്ട് ചെയ്ത് സീരിയസുകൾ ഏറ്റെടുത്തുകൊണ്ട് തന്നതാണ്. കരിമ്പ് പോലെ മധുരിക്കുന്ന കഥകളായിരുന്നു എല്ലാം. അത് ഞങ്ങൾക്ക് ഇഷ്ടമായി. പിന്നെ ആൻസി ആലിയ അല്ലേ, നല്ല പാട്ടായിരുന്നു. മിടുക്കി കുട്ടികളാണെന്ന് തെളിയിച്ചു. നിങ്ങളുടെ ബാലസഭ വളരെ സജീവമായി മുന്നോട്ട് പോകുന്നുണ്ടെന്ന് തെളിയിച്ചു. അതുപോലെ വിമല മാം പറഞ്ഞ പോലെ 2 തലമുറകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അത് വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ് തീർച്ചയായും. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന മാർക്സ് എത്രയാണെന്ന് അറിയണ്ടേ? ഓക്കെ, അപ്പൊ നമുക്ക് കണ്ണൻ സാറിനോട് തന്നെ ചോദിക്കാം. കരിമ്പയ്ക്ക് കൊടുത്തിരിക്കുന്ന മാർക്സ് എത്രയാണ്? നിങ്ങൾ പല മേഖലകളിലും കാര്യമായിട്ട് പ്രവർത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് ആകർഷകമായി തോന്നിയ ഒന്നാണ് ഹരിതസേന. വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണെന്നാണ് എനിക്കത് തോന്നുന്നത്. പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് പുതിയ തൊഴിൽ നൈപുണ്യം കിട്ടാനുള്ള ഒരു അവസരം ഉണ്ടാക്കുകയും അവർ മറ്റുള്ളവരെ മാതിരി തന്നെ പ്രാപ്തരായ തൊഴിൽ ചെയ്യാൻ പ്രാപ്തരായവരാണെന്ന് തെളിയിക്കുകയും ചെയ്യുന്നതാണ്. വീട്ടമ്മ മാത്രമല്ല എന്നുള്ളതിൻ്റെ ഒരു പ്രധാന ഉദാഹരണം. അതിനുവേണ്ടി ഒരു ഗ്രൂപ്പ് ഹരിതസേന ഉണ്ടാക്കിയത്. പിന്നെ നിങ്ങളുടെ പാലിയേറ്റീവ് കെയർ കാരുണ്യത്തിൻ്റെ നല്ലൊരു ഉദാഹരണമായിട്ടാണ്. നമുക്കുള്ളൊരു വിഷമം എന്ന് വെച്ചാൽ ഇത്രയും അധികം പേർ ഒരു പഞ്ചായത്തിൽ പാലിയേറ്റീവ് കെയർ വേണ്ട വിധത്തിൽ ഉള്ള രോഗാതുരതയിലാണല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഒരു കാര്യമാത്രമായിട്ടുള്ള ഒരു ആരോഗ്യ പഠനം തന്നെ ആവശ്യപ്പെടുന്നു. അപ്പോൾ പ്രസിഡന്റ് നേരത്തെ പറഞ്ഞില്ലേ ക്യാമ്പ് നടത്തുമ്പോൾ ക്യാൻസറിൻ്റെ ഇൻസിഡൻസിനെ കുറിച്ച്. അപ്പോൾ അതൊന്ന് ആലോചിക്കേണ്ടതാണ്. നിങ്ങളുടെ സംഘകൃഷി വളരെ ആകർഷകമായിട്ട് തോന്നി. ആശ്രയ പ്രവർത്തനങ്ങൾ ഇതെല്ലാം കൂടെ കണക്കിലെടുത്തുകൊണ്ട് 25-ൽ 19. ഓക്കെ, 25-ൽ 19. നിവേദിത മാം. കരിമ്പ് CDSന് ഞാൻ നൽകുന്നത് 25-18. നിങ്ങളുടെ ഹരിതസേന തന്നെയാണ് എനിക്കും ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം. സ്ത്രീകളുടെ ഒരു അധ്വാനത്തിൻ്റെ ശക്തി, അധ്വാനിക്കാനുള്ള കഴിവ്, അതിൻ്റെ മൂല്യം, അതിനുള്ള അവരുടെ ഒരു സന്നദ്ധത, ഇതെല്ലാം കൊണ്ടുവരാൻ അതിന് സാധിച്ചിട്ടുണ്ട്. അത് കൂടുതൽ ആൾക്കാരിലേക്ക് വ്യാപിക്കട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. കുട്ടികളുടെയും അതുപോലെ മറ്റുള്ളവരുടെയും പ്രവർത്തനങ്ങളും വളരെ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. ഞാൻ നൽകുന്നത് 25-ൽ 18 മാർക്ക്. 15-ൽ 11. ഈ പുതിയ മേഖലകളിൽ കൈവയ്ക്കുക എന്ന് പറയുന്നത് കാൽ വെക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. തെങ്ങിന്റെ മോളറ്റം വരെ പോകുന്ന ആ ഒരു സാഹസികത. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ വേറെ ആളുകൾ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര ആരാധനയാ തോന്നുക. അപ്പൊ ആ ഒരു സാഹസികത ഒന്നാമത്തെ കാര്യം. പിന്നെ ഒന്ന് മാനവികത, മനസ്സിലെ ആർദ്രത. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതില്ലെങ്കിൽ നമ്മൾ മനുഷ്യരല്ല, ഇല്ലേ? അപ്പോൾ ആ 2 കാര്യങ്ങൾ. പിന്നെ ഒരു സജഷനുള്ള എന്താണെന്ന് വെച്ചാൽ കുടുംബശ്രീക്ക് ചെയ്യാവുന്നത്, പല വീടുകളിലും വീടുകളിൽ നിന്ന് സ്കൂളിൽ പോകാൻ പറ്റാതെ പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. രോഗഗ്രസ്തരായവർ, ബെഡ്രിഡൻ ആയിട്ട് കിടക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ മൊബിലിറ്റി ഇല്ലാതെ നടക്കാൻ വിഷമമായിട്ടുള്ള അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ കൂടി ഒരു ഡേ സെൻറ്റർ പോലെ തുടങ്ങിയിട്ട് കുടുംബശ്രീ പ്രവർത്തകർ തന്നെ മാറി മാറി അവിടെ വോളണ്ടിയർ വർക്ക് ചെയ്യുകയാണെങ്കിൽ പണിക്ക് പോകുന്ന അമ്മമാർക്കൊരു സന്തോഷവും സമാധാനവും ആശ്വാസവുമായിരിക്കും. അത് ചെയ്യുന്നുണ്ടോ? ചെയ്യാൻ പോവുകയാണല്ലേ? വളരെ നല്ല കാര്യമാണ്. കാരണം ഒരമ്മയ്ക്ക് അവരുടെ മാക്സിമം ഇൻപുട്ട് ഇടണം എന്ന് വരികിൽ അവർക്ക് മനസ്സിൽ കുടുംബം ഭദ്രമാണെന്നുള്ളൊരു തോന്നൽ വേണം.
അവരുടെ കുഞ്ഞുങ്ങൾ ദേ ആർ കെയർഡ് എന്നുള്ള ഒരു ധൈര്യം മനസ്സിലുണ്ടെങ്കിൽ അവരെത്ര നേരം വേണമെങ്കിലും വർക്ക് ചെയ്യും. ഇല്ലെങ്കിൽ എന്താണെന്നറിയോ, പാതി മനസ്സോടെയാണ് നമ്മൾ ചെയ്യുക. ഈ ശരീരം എവിടെ ഉണ്ടെങ്കിലും മനസ്സ് അവിടെയായിരിക്കും. അപ്പം അങ്ങനെയുള്ള ആ ഒരു ഉറപ്പ് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ സ്ത്രീകളിൽ നിന്ന് നമുക്ക് മാക്സിമം ആത്മാർത്ഥതയും അവരുടെ പ്രവർത്തനക്ഷമതയും നമുക്ക് മുതലാക്കാൻ പറ്റും. അതിന് ഇനി ഒരു അവസരം വരണം. ഞാൻ കരിമ്പ പഞ്ചായത്തിന്, കരിമ്പ കുടുംബശ്രീക്ക് ഞാൻ 10-ൽ 9 മാർക്ക്. കരിമ്പ CVS ലഭിച്ചിരിക്കുന്ന ടോട്ടൽ മാർക്സ് അറിയാം. 100-ൽ 75. നമ്മുടേതല്ലാത്ത കുന്നിനെ ചോലയെ, നമ്മുടേതല്ലാത്ത കാറ്റിനെ പൂക്കളെ, നമ്മുടേതല്ലാത്ത മാടിനെ പക്ഷിയെ നമ്മൾ പരസ്പരം വിൽക്കുവതെങ്ങനെ? വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ ന്യൂയോർക്കിലെ മുത്തശ്ശന്മാർ എന്ന കവിതയിലെ വരികളാണ്. പ്രകൃതിയിലെ ഒന്നിനെയും സ്വകാര്യ സ്വത്തായി കാണാത്ത പരിസ്ഥിതി ദർശനം തന്നെയാണ് ഇനി ഞങ്ങൾ പറയാം സോഷ്യൽ റിയാലിറ്റി ഷോയും മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റൊരു അധ്യായം കൂടി ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഒന്നുമറിയാത്ത പിഞ്ചോമനകളായി വന്നു നിൽക്കുന്നു നമ്മൾ, ഇന്നും വന്നു നിൽക്കുന്നു നമ്മൾ. മാവിൻ്റെ ചില്ലയിൽ തുള്ളിച്ചിരിക്കുന്ന പൂവലനണ്ണാനെ നില്ല് നില്ല്, താഴോട്ടെനിക്കൊരു ചക്കരമാമ്പഴം തായോ എന്നരുമയായി കൊഞ്ചുന്നു. പൊന്നോണം വന്നു പൂമ്പട്ടു വിരിക്കുമീ